ഈ ജന്മദിനത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ്റെ പിറന്നാളെന്നാ. ഓ, അച്ഛൻ മകീരമാണ്, ഉം, മകീര നക്ഷത്രമാണ്. അച്ഛൻ 106 വയസ്സാകും ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉം, 106 വയസ്സായേനെ. അതും അത് അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അച്ഛൻ്റെ പിറന്നാളും ഉം, ഈ ജനുവരി 12. ഉം, അപ്പം അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഞാൻ ജനിച്ചു കഴിഞ്ഞൊരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ അവിടെ ആ സമയത്ത് തന്നെ ഈ ജപ്പാൻകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇട്ടേച്ച് പോയ ആയുധങ്ങളൊക്കെ ഉം, അവിടെ ഈ മലായിക്കാർ നമ്മളെ ഈ അവരൊരു ഇതുണ്ടാക്കി, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നുവെച്ചാൽ തമിഴരും മലയാളികളും തെലുങ്കരും ബാക്കി ലോകത്തുള്ള ആൾക്കാരൊക്കെ ചെന്ന് വിടുന്ന സ്ഥലമാണല്ലോ മലേഷ്യ. ഉം, അപ്പോൾ ഇവർക്ക് ജോലി ഇല്ലാതാകുന്നു, ഇവരെ അവഗണിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രാദേശികവാദമായിട്ട് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായി, നമ്മുടെ ഈ നക്സലൈറ്റ് പ്രസ്ഥാനം പോലെ തന്നെ. അവർ ആംഡാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ ഈ സായിപ്പിൻ്റെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ നടന്നു, ഈ എസ്റ്റേറ്റിലെ സായിപ്പ് അച്ഛനെ വലിയ കാര്യമായിരുന്നു കാര്യം. അപ്പോൾ ഇവർ നടന്നു പോകുന്ന വഴിക്കും ഇവന്മാർ അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്ക് ചെയ്ത് അച്ഛൻ്റെ കാലിൻ്റെ പുറയിൽ വെടികൊണ്ടു, ഈ മുട്ടിൻ്റെ സൈഡിലായിട്ട്. പിന്നെ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, രണ്ടുപേരും അവിടുന്ന് ഉരുണ്ട് രക്ഷപ്പെട്ട്. അതോടുകൂടി അമ്മ ഭയങ്കര ഇതായി. അമ്മ എങ്ങനെ പോയാൽ പറ്റുള്ളൂ, നമുക്ക് ആ വീട്ടിൽ പോയി ഒരു പണിയില്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. പക്ഷെ മരിക്കുന്ന ഒരു അച്ഛന് ഈ പാടുണ്ടായിരുന്നു, ഈ വെടികൊണ്ട പാട് പുറകിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നാടക പ്രവർത്തനങ്ങളിൽ സജീവമാണ്. അന്നുമല്ല, പിന്നെ ഇവിടെ വന്നിട്ട് വല്ല പണിയുണ്ടോ? പിന്നെ അന്നേരം കുറച്ച് കാശുണ്ടായിരുന്നു കയ്യിൽ. അന്ന് ഉടനെ അപ്പം എന്നെ പോളയത്തോട്, കൊല്ലത്ത് പോളയത്തോട്, അന്ന് ഈ ടിമ്പറിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതാരോ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. ഏതൊരു ടിമ്പർ ബിസിനസ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അത് തുടങ്ങി. പൊട്ടി നാശമായിപ്പോയി. ഈ പ്ലേവുഡ് പോലെ പാക്കിംഗ് കേസിൽ അതുണ്ടാക്കുന്നത്, അത് പോയി. അത് കഴിഞ്ഞ് ആലപ്പുഴ സുഗുണവിലാസം എന്ന് ഹോട്ടലിൻ്റെ പേര് സുഗുണവിലാസം. അപ്പോൾ ആ അച്ഛനെ ഏറ്റെടുത്ത് ഒരു സുഗുണവിലാസം ഹോട്ടൽ, അതും പൊട്ടി. അങ്ങനെ കൊണ്ടുവന്ന കാശ് മുഴുവൻ തീർന്ന് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന അവസ്ഥയിലെത്തി. പിന്നെ ഈ പറഞ്ഞ മാതിരി നാടകങ്ങൾ വല്ലപ്പോഴും എവിടെ നാടകം കളിക്കാൻ വല്ല 1-2 നാടകം അങ്ങനെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ അച്ഛനൊരു 62 ആത്മബലി നാടകം എഴുതി. അതൊരു നമ്മുടെ ചൈന ഇന്ത്യ വാർ ഉണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തുള്ളൊരു നാടകം. അത് ഭയങ്കരമായിട്ട് ഓടിയെന്ന് മാത്രമല്ല, അതിന് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ്റെ അവാർഡ് കിട്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്. അതൊരു പെട്ടെന്ന് പിള്ള എന്നൊരു നാടകൃത്ത് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു പോപ്പുലാരിറ്റിയൊക്കെ ആയി. അങ്ങനെയാണ്. പിന്നെ പ്രേതലോകം, പിന്നെ വൈൻ ഗ്ലാസ്, ക്രോസ് ബെൽറ്റ്, അങ്ങനെ പടപടാന്ന്. പിന്നെ അങ്ങോട്ട് പതുക്കെ നടന്ന് പിന്നെ അങ്ങ് പറക്കാൻ തുടങ്ങി. കാവാലിയായപ്പം പറക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് വെച്ച വീടായത് 70, 69 തറക്കല്ലിട്ട 68, 69, 70 ഇവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അഭിനയിക്കാൻ തുടങ്ങി. എൻ്റെ സിസ്റ്റർ അഭിനയിക്കാൻ തുടങ്ങി, ചിറ്റ. ഇതൊക്കെ തുടങ്ങിയെന്ന് വെച്ചാൽ ആൾക്കാരില്ലാതെ വന്നപ്പോഴാണ്, വരാതായപ്പം. സാറ് തന്നെ ഒരു ഡോക്യുമെൻ്ററിയിൽ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഈ കുടുംബക്കാരെങ്ങനെയാണ് അഭിനയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്ന്. അതേപോലെ തന്നെ ഒരു വിപ്ലവകാരിയായിരുന്നു. പക്ഷേ ഒരു വിപ്ലവകാരിയുടെ മനസ്സെന്ന് പറയാൻ നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ വായിക്കുന്ന ഒരു നല്ല ഹ്യൂമനിസ്റ്റാണ്. ഹ്യൂമനിസ്റ്റ് ആവുമ്പോഴാണ് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുകയും അതൊരു തീവ്ര അവസ്ഥയിലേക്ക് പോകും. പക്ഷേ വിജയരാഘവൻ ചേട്ടനൊക്കെ കണ്ട ഒരു മനുഷ്യനെന്ന് പറയുന്ന ഒരു ഹ്യൂമനിസ്റ്റ് ആയിരിക്കണം. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ പോകാൻ കാര്യം അമ്മയോട് ഇഷ്ടം തോന്നി അച്ഛന്. അച്ഛൻ്റെ അച്ഛനാണെങ്കിലും അച്ഛൻ്റെ അമ്മയ്ക്കാണ് അച്ഛൻ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് അറിയാം. പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ വില്ലേജ് ഓഫീസറായിരുന്നു, പെൻഷനായി കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. അപ്പം കാവാലത്ത് നിന്ന് ഒരു വലിയ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ കല്യാണം ആലോചിച്ചു. അപ്പോൾ അവർ പഠിപ്പിച്ചോളും, വക്കീലാക്കും. അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ വക്കീലാണെന്ന്. ഇത് അച്ഛൻ സമ്മതിക്കാതെ വന്നപ്പോൾ ചീത്തയായി. അച്ഛൻ്റെ അമ്മ നാക്ക് ഭയങ്കര കുഴപ്പമാണ്. പക്ഷേ അതുകൊണ്ട് അങ്ങ് എങ്ങനെ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവിടുന്ന് 19ാമത്തെ വയസ്സിൽ പോകുന്നത്. പോയി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാവിടെന്ന് അമ്മയോട് വന്ന് കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ആണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നു. അമ്മയും അച്ഛനും നന്നായിട്ട് നോക്കണം, ഇതാണ് മനസ്സ്. അവിടെ ചെന്ന് വിചാരിച്ച പോലെ ഒന്നുമല്ല. ചെന്നപ്പോൾ ഈ പറഞ്ഞ അവിടെ ജോലിയൊന്നും എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ കഷ്ടപ്പെട്ട് പല ജോലികൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് അങ്ങനെ ഒരുമാതിരി കൊള്ളാവുന്നൊരു ജോലി കിട്ടി. ഒരു റബ്ബർ എസ്റ്റേറ്റിൽ നല്ലൊരു 10-60, അന്നത്തെ കാലത്ത് 600 വെള്ളി ശമ്പളം എന്നൊക്കെ നല്ല ശമ്പളം. ആ ജോലി നിൽക്കുന്ന സമയത്താണ് സുഭാഷ് ചന്ദ്രബോസ് വരുന്നു എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. നേരെ ചാടി പുറപ്പെട്ടു. അപ്പം അങ്ങനെ ഒരാളല്ല. അങ്ങനെ ഒരു രീതിയിൽ ആലോചിച്ചാൽ എന്തിനും ചാടി പുറപ്പെടുന്നൊരു സ്വഭാവമുണ്ട്. അതിനകത്ത് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കില്ല.
അച്ഛൻ തന്നെ പലപ്പോഴും പറഞ്ഞത് ചിലപ്പോൾ ചില പ്രശ്നം വന്നു കഴിഞ്ഞാൽ അച്ഛൻ പെട്ടെന്നൊരു ബ്ലാങ്ക് ആകും, പിന്നെ എന്തും ചെയ്യാനും ഇത് പണിയില്ല എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് പിന്നെ എൻ്റെ സ്വതന്ത്രമാക്കാന്നാ. ഈ കാമുകയും മറന്നു, അമ്മയും മറന്നു, അച്ഛനെയും മറന്നു. പിന്നീട് റങ്കൂണിൽ വെച്ച് ഒരു നമ്മുടെ ഈ നാട്ടിലുള്ളൊരു നെല്ലിപ്പള്ളി എന്ന് പറഞ്ഞ വീടുണ്ട് ഇവിടെ. നെല്ലിപ്പള്ളിയിലെ ഒരാൾ അവിടെ മലേഷ്യ അവിടെ ഒരു റങ്കൂണിൽ വെച്ച് കാണുമ്പോഴാണ് ഉള്ളശേല വിശേഷമൊക്കെ ചോദിക്കുന്നു. 9 വർഷം കഴിഞ്ഞപ്പോൾ ഈ INA ചേർന്ന് കഴിഞ്ഞപ്പോൾ എഴുത്തും കുത്തൊന്നും പറ്റില്ലല്ലോ. അപ്പോഴാണ് ചോദിക്കുന്നത്, എടപ്പുറമ്പത്ത് അമ്മയുടെ വീട്ടുപേര് എടപ്പുറമ്പത്ത് ജാനമ്മയും ശാന്തമ്മയും ഒക്കെ കല്യാണം കഴിച്ചു. ചിന്നമ്മ കല്യാണം കഴിക്കാതെ നിൽക്കുക, വേണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്. ഈ പുള്ളിക്ക് കാര്യം അറിയാൻ മേല. അങ്ങനെ അച്ഛൻ അറിഞ്ഞപ്പോഴാണ് അറിയുന്നത് അമ്മ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നിൽക്കുന്നത്. അന്ന് അച്ഛനൊരു അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയുടെ പുറകിൽ 2 പേര് കവിത എഴുതി. ഈ അലയാഴി തന്നക്കരെ ഒരു കൊച്ചു 4 കെട്ടിലാണൻ ഭാവന തപം ചെയ്യുമെന്ന്. ഈ അലയാഴി തന്നക്കരെ ഒരു കൊച്ചു 4 കെട്ടിലാണൻ ഭാവന തപം ചെയ്യും. ഇത് എഴുതിയിട്ട് ഞാൻ ആ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതിൽ പോയി അത് ഈ ജനയുഗത്തിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച അച്ഛൻ്റെ ആത്മകഥ. അപ്പോൾ അന്നേരം ഒരുപാട് ഫോട്ടോസ് അയച്ചു കൊടുത്തു. ആ ഫോട്ടോസിന് ഇവിടെ നിന്നും പോയി, പിന്നെ തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോ കാണുമ്പോഴാണ് വീട്ടുകാരറിയുന്നത്. അമ്മ അന്നേരം അറിയുന്നത്. അമ്മ പറയുന്നത് എനിക്കറിയാമായിരുന്നു ജീവിച്ചിരിപ്പുണ്ടെന്ന്, എനിക്ക് നല്ല വിശ്വാസമായിരുന്നു, ഉറപ്പായിരുന്നു എനിക്കൊന്ന്. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്ത് പൊട്ടി അങ്ങനെ നോക്കിയിരിക്കുന്ന വല്ല കാര്യമുണ്ടോ, ഇങ്ങനെ വല്ല കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു അതൊക്കെ വരുമെന്ന്. അത്രയേ ഉള്ളൂ അമ്മ. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു മാനുഷിക പരിഗണന ഉള്ളതുകൊണ്ടാണ് രാജ്യം മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ വിശ്വാസം, അല്ലെങ്കിൽ ആരെങ്കിലും പുറപ്പെടുവരുത്. അത്രമാത്രം ദേശീയബോധമുള്ള ഒരാളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് രാഷ്ട്രീയമൊക്കെ കഴിച്ച് പുള്ളിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, ഇവിടുത്തെ പോളിറ്റിക്സും അച്ഛൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയം എൻറ്റയർ ഡിഫറെൻ്റാണ്. ഇവിടെ വന്നപ്പോഴും അതെ, അച്ഛനൊരു ഭയങ്കര രാഷ്ട്രീയ ബോധമുള്ള, അതിനെപ്പറ്റി വളരെ വ്യക്തമായ ധാരണയുള്ള ആളാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ വളരെ ഡെസ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം എപ്പോഴും പറയുന്നത് അതാണ് അച്ഛൻ നാടകങ്ങളിൽ ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ വളരെ അടിച്ച് എല്ലാത്തിനെയും നിർദ്ദയമായിട്ട് എന്നെ അച്ഛൻ ഖണ്ഡിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അത് പറയുന്ന കാര്യം ഇതാ, അനുഭവത്തിൽ, സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് കമ്മ്യൂണിസം, എന്താണ് സോഷ്യലിസം. അല്ല, അത് മാത്രമല്ല, ഞാൻ വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളെയും, വളരെ നിശിതമായിട്ട്. അത് യാതൊരു മടിയില്ലാതെ ഒരു അതിനകത്തൊരു വളരെ അത് ആൾക്ക് ഖണ്ഡിക്കാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണ് പറയുന്നത്. അത് പറയാൻ കാര്യം ഇതാ, ജീവിതാനുഭവങ്ങളാണ്. അത്ര സ്തബേണായിട്ട് ഞാൻ പറഞ്ഞു CPയുടെ മൂക്ക് വെട്ടുന്ന അതിൻ്റെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. വെട്ടാൻ പോയില്ല ഞാൻ പറഞ്ഞത്. ആ സ്റ്റേറ്റ് കോൺഗ്രസ് ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. ഞാൻ ആദ്യം NC കണ്ഠൻ നായർ, അതുപോലെ CPയുടെ മൂക്ക് വെട്ടിയത് മണിസ്വാമി. ഞാൻ ആ മണിസ്വാമിയെ കണ്ടിട്ടുണ്ട്. അച്ഛനെ കാണിച്ചിട്ടുണ്ട് ഒരിക്കലും. ഞാൻ എന്നെ കോട്ടയത്ത് പോയപ്പോൾ ദേശബന്ധുവിൽ അദ്ദേഹത്തിന് ജോലിയാണ്. ഇതെല്ലാം കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ദേശബന്ധു ജോലിയാക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നാടകം കളിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്പലപ്പുഴ പോകുമ്പോൾ CM നായർ സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ. അന്ന് പ്രായമായി അങ്ങേർക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ അച്ഛൻ പ്രവർത്തിച്ചിരുന്നു രാഷ്ട്രീയം.